നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ബഹ്റൈനിൽ വളരെ അസ്ഥിരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക എന്നാണ് കാലാവസ്ഥാ ഡയറക്ടറേറ്റ് പ്രവചിച്ചിരിക്കുന്നത്. മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ച മുതൽ മാർച്ച് 9-ാം തീയതി വരെ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നുമാത്രമല്ല, ഈ മഴയോടുകൂടി തന്നെ ശക്തമായ കാറ്റിനും അതിനോടൊപ്പം ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റടിക്കാം. ട്രാൻസ്പോർട്ടേഷൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന്റെ കാലാവസ്ഥാ വിഭാഗമാണ് ഇത് അറിയിച്ചത്. മഴയെ തുടർന്ന് വിവിധ വകുപ്പുകളുടെയും മന്ത്രാലയങ്ങളുടെയും ഏകോപനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തന്നെ ലഭിച്ചിരുന്നു. റോഡ് യാത്രക്കാരും കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കനത്ത മഴയുടെ സാഹചര്യമായതിനാൽ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലവും വേഗപരിധിയും പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. താമസയിടങ്ങളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷയും വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുടെ ശേഷിയും ഉറപ്പാക്കണമെന്നും ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അധികൃതർ താമസക്കാരോട് ആവശ്യപ്പെട്ടു. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ തെരുവു വിളക്കുകളുടെ തൂണുകളിൽ തൊടരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയിൽ റോഡുകളിലുണ്ടാകുന്ന വെള്ളക്കെട്ട് കൈകാര്യം ചെയ്യുന്നതിനും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി മുനിസിപ്പാലിറ്റി കാര്യമന്ത്രാലയം അറിയിച്ചു. ഡ്രെയിനേജ് സംവിധാനം വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പതിവ് അറ്റകുറ്റപ്പണികളും നടത്തിവരുന്നതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന റോഡുകളിലും ഉൾറോഡുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ 17545544 അല്ലെങ്കിൽ 80008188 ഈ നമ്പറുകളിൽ വിളിച്ചറിയിക്കണമെന്ന് താമസക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചു. ഇതേസമയം ബഹ്റൈനിൽ ശൈത്യം കനക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും താപനില ക്രമാതീതമായി കുറയുകയാണ്. ഏറ്റവും കൂടിയ തണുപ്പ് 15 ഡിഗ്രി സെൽഷ്യസ് റാഷിദ് ഇക്വസ്ട്രിയൽ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബ്ബിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേസമയം ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും 15 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തുടനീളം ശക്തമായ ശീതക്കാറ്റിന്റെ സാന്നിധ്യവും ഉണ്ട്. കിങ് ഫഹദ് കോസ്വേ, ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം, റാഷിദ് ഇക്വസ്ട്രിയൽ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബ്ബ്, ബഹ്റൈൻ സർവകലാശാല, ദുറാത്ത് അൽ ബഹ്റൈൻ, സിത്ര, ആലി, ബുദയ്യ എന്നിവിടങ്ങളിൽ കാറ്റിന്റെ ശക്തി വളരെ കൂടുതലാണ്. ശക്തമായ ശീതക്കാറ്റിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് പൌരന്മാരോടും താമസക്കാരോടും കാലാവസ്ഥാ അതോറിറ്റി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പോർട്ടലുകളിലൂടെയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ പിന്തുടരണമെന്നും നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. പ്രവാസി മലയാളി പ്ലസ്.